ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. എറിഞ്ഞിട്ട് മുഹമ്മദ് സിറാജ്, അടിച്ചൊതുക്കി ജോസ് ബട്ട്ലർ. IPL 2025 മൂന്നാം റൗണ്ട് പോരാട്ടത്തിൽ ഫോമിലുള്ള RCB വീഴ്ത്തി ഗുജറാത്ത് ടൈറ്റൻസ്. രാജാക്കന്മാരുടെ പോരാട്ടത്തിൽ 8 വിക്കറ്റിൻ്റെ ഒരു തകർപ്പൻ വിജയമാണ് മികച്ച ഫോമിൽ തുടരുന്ന RCBക്കെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ളത്. 13 പന്തുകൾ ശേഷിക്കായിരുന്നു GTയുടെ വിജയം. സ്വന്തം തട്ടകമായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ പുതിയ സീസണിൽ കളിച്ച ആദ്യ മത്സരത്തിൽ തന്നെ RCBക്ക് കണ്ണീരോടെ മടക്കാം. ആദ്യം ബാറ്റത് RCB നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 169 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ GT 17.5 ഓവറിൽ ലക്ഷ്യം കാണുകയായിരുന്നു. RCBയുടെ ബാറ്റിംഗ് നിരയെ പാടെ തകർത്ത പ്രകടനം കാഴ്ചവെച്ച അവരുടെ പഴയ താരം കൂടിയോടുള്ള മുഹമ്മദ് സിറാജാണ് GTയുടെ പ്ലെയർ ഓഫ് ദ മാച്ച്. 4 ഓവറിൽ 19 റൺസ് മാത്രമടങ്ങിയ RCBയുടെ വിലപ്പെട്ട 3 വിക്കറ്റുകളാണ് GT കളേഴ്സിൽ മുഹമ്മദ് സിറാജ് ഇന്നലെ നേടിയെടുത്തത്. ആദ്യം ബാറ്റത് RCBയുടെ ബാറ്റിംഗ് നിരയെ പാടെ തകർത്ത പ്രകടനമായിരുന്നു സിറാജ് കാഴ്ചവെച്ചത്. RCBക്ക് വേണ്ടി അല്പമെങ്കിലും മികച്ച പ്രകടനം പുറത്തെടുത്തത് ഇംഗ്ലണ്ട് പവർ ഹിറ്ററായിട്ടുള്ള ലിയാം ലിവിങ്സ്റ്റൺ. 40 പന്തുകൾ നേരിട്ട് താരം 54 റൺസ് എടുത്താണ് പുറത്തായത്. ജിതേഷ് ശർമ്മ 33 അവസാന ഓവറുകൾ അല്ലെങ്കിൽ മധ്യനിരയിൽ ആഞ്ഞടിച്ച ടിം ഡേവിഡ് 18 പന്തിൽ 32 റൺസും നേടിയിട്ടുണ്ട്. GTക്ക് വേണ്ടിയും സിറാജ് 3, സായ് കിഷോർ 2, അഷാദ് ഖാൻ 1 വിക്കറ്റും നേടിയിട്ടുണ്ട്. GTയുടെ ബാറ്റിങ്ങിനും കരുത്ത് ഇത് പുതുതായി ഇത്തവണ ടീമിലേക്ക് എത്തിയ ഇംഗ്ലണ്ടിൻ്റെ വൈറ്റ് ബോൾ ക്യാപ്റ്റൻ കൂടിയായിരുന്ന ജോസ് ബട്ട്ലറുടെ നിർണായക പ്രകടനമാണ്. 39 പന്തുകൾ നേരിട്ട് താരം പുറത്താകാതെ 73 റൺസാണ് നേടിയത്. ഒപ്പം തുടർച്ചയായി 2 മത്സരങ്ങൾ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സായി സുദർശൻ 49 റൺസ് നേടിയിട്ടുണ്ടായിരുന്നു. ഷറഫൻ റൂദർഫോർഡും 30 റൺസ് നേടി പുറത്താവാതെ നിൽപ്പുണ്ടായിരുന്നു. RCBക്ക് വേണ്ടി ഭുവനേശ്വർ കുമാറും ജോഷ് ഹേസൽവുഡും ഓരോ വിക്കറ്റ് വീതം നേടിയിട്ടുണ്ട്. ലീഗിലെ ആദ്യ പരാജയമാണ് RCB ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ആദ്യ 2 മത്സരങ്ങളിലും എവേ പോരാട്ടങ്ങളിൽ വിജയിച്ചു കയറി RCBക്ക് പക്ഷേ സ്വന്തം തട്ടകത്തിൽ കാലിടറുകയായിരുന്നു. തോറ്റെങ്കിൽ പോലും RCB നിലവിൽ പോയിന്റ് ടേബിളിൻ്റെ 3ാം സ്ഥാനത്തുണ്ട്. 4ാം സ്ഥാനത്തേക്ക് GT വിജയത്തോടു കൂടി എത്തിയിട്ടുമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.